ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന മാന്തോളി അരങ്ങുണ്ടല്ലോ, അത് തറവാട്ടിലുണ്ടായതാണ്. അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ നാരങ്ങൻ്റെ ഉള്ളിലൊക്കെ ചുവപ്പ് നിറത്തിലാണ്. അത് പൊളിച്ച് ഇതളുകളൊക്കെ എടുത്ത് മുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് കഴിക്കാൻ നല്ല രസമാണ്. ചെറിയൊരു മരമാണ്, നിറച്ച് കായുണ്ട്. അതിൻ്റെ കൊമ്പ് ഒന്ന് ചാഞ്ഞിക്കൊണ്ട് പൊട്ടാൻ സാധ്യത ഉണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ മുറ്റത്തുണ്ടാവുമ്പോൾ നല്ല രസമാണല്ലേ, ഇതേമാതിരിയൊക്കെ. അപ്പോൾ കുറച്ച് പുട്ട് ബാക്കിയുണ്ടായിരുന്നു രാവിലക്കത്തത്, അതുകൊണ്ടൊരു പണിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ടച്ച് ശർക്കര കുറച്ച് വെള്ളത്തിൽ ഉരുക്കി വെച്ചിട്ട് അപ്പോൾ പുട്ടൊക്കെ ബാക്കി വന്നാൽ നമുക്ക് അധികമായിട്ടൊക്കെ വന്നാൽ നമുക്ക് ഇങ്ങനത്തെ ഓരോരോ പണികളൊക്കെ ചെയ്ത് വെക്കാം. പുട്ട് കൊണ്ട് പല പണികളും ഉണ്ടല്ലോ. അതിൽ എനിക്കിഷ്ടമായത് ഞാൻ ഉണ്ടാക്കി വെക്കുകയാണ്. കുറച്ച് മധുരം ശർക്കരയൊക്കെ ഒഴിച്ചാൽ തന്നെ നല്ല രസമാണല്ലോ. അപ്പോൾ ഞാൻ ആ പുട്ടൊക്കെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് ശർക്കര പാന് റെഡിയാക്കി വെച്ചു. പിന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടാണ്ട് നെയ്യോ ബട്ടറോ ഒക്കെ എന്നിട്ട് ഇതിൻ്റെ അടുത്ത് നെയ്യില്ലാത്തത് കാരണം ഞാൻ ബട്ടറാണ് ഇട്ടത്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് ചൂടാക്കിട്ടു. പിന്നെ കുറച്ച് കശുവണ്ടി ഞാൻ എടുത്ത് വെച്ചിരുന്നു, അത് മറന്നു ഇടാൻ. എന്നിട്ട് ഞാനായിട്ട് പുട്ട് പൊടിച്ചതാണ് ഇട്ടത്. അപ്പോൾ അതിങ്ങനെ വറുത്തപ്പോഴാണ് കശുവണ്ടീൻ്റെ ഓർമ്മ ആയത്. അപ്പോൾ ഞാനതെടുത്തുകൊണ്ട് അയക്കിട്ടെടുത്തു കശുവണ്ടി. അതൊന്നിട്ട് പൊടിച്ചിട്ടിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്നുകൊണ്ട് വറുത്തെടുത്തു. ഇതുപോലെ നന്നായിട്ടൊന്ന് വറവാണ് വരെ നമ്മളെ പാകത്തിന് ഇട്ടോ. എനിക്ക് നന്നായിട്ട് വറവാവണം എന്നുള്ളൊരു ആഗ്രഹം. ആ ബട്ടറിൽ കിടന്ന് കണ്ടുന്നിട്ട് വറവായി വന്നാൽ തന്നെ രസമാണല്ലോ. ഞാൻ ഉരുക്കി വെച്ച് ശർക്കര അരിച്ചെടുത്ത് കണ്ട് വീക്കണ്ട് ഒഴിച്ചെടുത്തു. അത് നന്നായിട്ടൊന്നുണ്ട് ഇളക്കി കൊടുത്തു. എന്നിട്ടത് അതിൻ്റെ ഉറച്ച് എത്തുന്ന രീതിയിൽ കണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം വറ്റി വരുന്ന വരെ കണ്ട് ചൂടാക്കി. എന്നിട്ട് ഞാനത് ചർച്ചയിലാണ് ഇതാക്കിയത്. പക്ഷെ ആ വീഡിയോ അതിന് പോയി, വീഡിയോ കിട്ടിയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.